അവള് കുഞ്ഞ ശരിയാ, പക്ഷെ നീയോ? ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ രാവിലെ പോയത്? ആവശ്യമില്ലാതെ പിള്ളേരുടെ പുറകെ ഓടി നിന്ന്. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ കുഞ്ഞിയുടെ പുറകെ ഓടിക്കെതിച്ച് വേർത്ത് കുളിച്ച് നിൽക്കുന്നത്? ഇതുകൊണ്ടാ നീ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്. എന്നിട്ടവൾ വക്കാലത്തുമായിട്ട് വന്നേക്കുന്നു. ആരവ് വിഷമത്തോടെയും അല്പം ദേഷ്യത്തോടെയും തൻ്റെ ജാൻവി പെണ്ണിനോട് പറഞ്ഞു. അത് പിന്നെ മോൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ സമ്മതിക്കാതെ ഓടിയത് കൊണ്ടല്ലേ? അവളെ ഡ്രസ്സ് ഇടിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറകെ ഓടിയതാ. ജാൻവി തൻ്റെ മടിയിൽ ഇരിക്കുന്ന അപ്പൂസിനെ നോക്കി പറഞ്ഞു. ആണോടാ വാവേ, മോൾ ഡ്രസ് ഇടാൻ സമ്മതിക്കാതെ അമ്മയെ ഓടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ താഴെയിൽ പിടിച്ചതും അപ്പൂസ് അവന്റെ കൈ തട്ടിമാറ്റി മുഖം തിരിച്ചു വെച്ച് അവനെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് ആരവിന് ചിരിയാണ് വന്നത്. ഇപ്പോ അമ്മയുടെയും മോളുടെയും കാര്യത്തിൽ ഇടപെട്ട ഞാനാണ് മണ്ടൻ. രണ്ടുപേരും എന്നോട് ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് ആരവ് രണ്ടുപേരെയും പരിഭവത്തോടെ നോക്കി. ആരവിന്റെ മുഖഭാവം കണ്ട് ജാൻവിക്ക് ചിരി വന്നു. അത് കണ്ട് കുഞ്ഞിപ്പെണ്ണും ചിരിച്ചു. അല്ല, അമ്മയും മോളും കൂടി ഓടിക്കളിച്ചതല്ലേ? അമ്മയും മോളും കൂടി ഓടിക്കളിച്ചപ്പോൾ എൻ്റെ മോൻ എന്തിയേ, കണ്ണപ്പൻ എന്തിയേ എന്ന് പറഞ്ഞ് ആരവ് ചുറ്റിനും നോക്കി. അവൻ മുറി കളിക്കുക. അവനെ കുളിപ്പിച്ച് ഡ്രസ്സ് പിടിപ്പിച്ച് കളിക്കാൻ ഒരു കാറും കൊടുത്താ ഞാൻ ഈ കുഞ്ഞിയെ കുളിപ്പിച്ച് ഡ്രസ്സിരിക്കാൻ മുറിയിലേക്ക് കൊണ്ടുവന്ന്. അപ്പോഴാ ഈ കുഞ്ഞിപ്പെണ്ണ് എന്നെയിട്ട് ഓടിച്ചത്. ആ, ഇല്ലെങ്കിലും എൻ്റെ കണമ്മും പാവാ, എന്നെ പോലെ തന്നെയാ എന്ന് പറഞ്ഞ് ആരവിടം കണ്ടിട്ട് ജാൻവിയെ നോക്കി. എന്തോ? പക്ഷെ ഇന്ന് രാവിലെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അവൻ ആരെ പോലെയാണെന്ന് ജാൻവി അല്പം പരിഭവത്തോട് ചോദിച്ചു. ഓ, സമ്മതിച്ചേ, ഇപ്പം ഞാൻ വെറുതെ പറഞ്ഞതാ നിന്നെ ഒന്ന് ശുണ്ടി പിടിപ്പിക്കാൻ. ശരിക്കും കണ്ണ് നിന്നെപ്പോലെ പാവോ. ദേ, നിന്റെ കയ്യിലിരിക്കുന്ന ആറ്റമ്മമ്മടല്ലോ, അതെന്നെ പോലെയാ, മനസ്സിലായോ എന്ന് പറഞ്ഞ് ആരവ് ജാൻവിയെയും കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് മുറിയിൽ കണ്ണൻ്റെ അടുത്തേക്ക് പോയി. മുറിയിൽ ചെന്നപ്പോൾ കണ്ണൻ കാർ ഓടിച്ച് കളിക്കുകയാണ്. അവൻ വേറൊന്നിനും ശ്രദ്ധിക്കുന്നേയില്ല. അവൻ്റെ പപ്പയെ കണ്ടതും കണ്ണൻ ആരവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. തൻ്റെ കണ്ണനെ ആരവും ചേർത്ത് പിടിച്ചു. പപ്പയെ കണ്ട സന്തോഷത്തിൽ ആരവിനോട് കണ്ണൻ എന്തെല്ലാമോ പറയുന്ന തിരക്കിലായിരുന്നു. അതൊക്കെ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു ആരവും. ആരവിനുള്ള ചായയുമായി ജാൻവി മുറിയിലേക്ക് വരുമ്പോൾ മക്കളുമായി കളിക്കുന്ന ആരവിനെയാണ് കാണുന്നത്. കൊള്ളാം, എന്നെ വഴക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പിള്ളേരുമായിട്ട് കളിക്കുക, കുറച്ച് പരിഭവത്തോടെ ജാൻവി പറഞ്ഞു. അത് പിന്നെ എങ്ങനെ നിന്നെ വഴക്ക് പറയാതിരിക്കും? രണ്ട് പിള്ളേരുടെ അമ്മയായിട്ടും പിള്ളേരെ പോലെ ഓടി വേർത്ത് വരുന്ന നിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യുക? എന്റെ ജാൻവി പെണ്ണെ, സ്വന്തം ആരോഗ്യവും നോക്കില്ല, ആഹാരവും സമയത്ത് കഴിക്കില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്. എനിക്ക് എന്നെ പെണ്ണെ നല്ല ഹെൽത്തി ആക്കണം. എന്നിട്ട് എനിക്ക് എന്തൊക്കെ പ്ലാനിങ് ഉള്ളതാണെന്നറിയോ എന്ന് കുസൃതിയോടെ തന്നെ നോക്കി പറയുന്ന ആരവിനെ കണ്ട് ജാൻവി ഞെട്ടലോട് ചോദിച്ചു. എന്ത് പ്ലാനിങ്? അതൊക്കെ സമയമാകുമ്പോൾ ചേട്ടൻ പറഞ്ഞു തരാമേ. എൻ്റെ ജാൻവി പെണ്ണ് ഇപ്പോഴേ ഒത്തി കടന്ന് ആലോചിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ഒരു നുള്ളു കൊടുത്തു. ആ വിട ആരവേട്ടാ, നുള്ളി പറിച്ചെടുത്തു എന്ന് പരിഭവത്തോടെ പറയുന്ന ജാൻവിയെ ആരവ് ചേർത്ത് പിടിച്ചു പറഞ്ഞു. എൻ്റെ ജാൻവി പെണ്ണെയല്ലേ, എനിക്കിങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റൂ? നിനക്കൊന്നുണ്ടോ? എന്നാ ഇനി അങ്ങനെ ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞ് ആരവ് അവൻ നുള്ളിയെടുത്ത് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. അമ്മയ്ക്ക് മാത്രം ഉമ്മ കൊടുക്കുന്നത് കണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും അപ്പു ആരവിന്റെ കൈക്കിട്ട് തൻ്റെ കുഞ്ഞിക്ക് കൊണ്ട് അടി കൊടുത്തു. ആദ്യം എന്താണ് കുഞ്ഞി ആരവിനെ അടിച്ചതെന്ന് ജാൻവിക്കും ആരവിനും മനസ്സിലായില്ലെങ്കിലും പിന്നെ ആരവിനെ പിടിച്ചു വലിച്ച് അവന്റെ കവളിൽ അപ്പൂസ് ഉമ്മ കൊടുക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് കാരണം എന്താണെന്ന്. അത് കണ്ട് ആരവിനും ജാൻവിക്കും ചിരി വന്നു. ആഹാ, അമ്പടി കേമി, എന്റെ ജാൻവി പെണ്ണി കൊടുത്തതിനാണോ നീ എന്നെ തല്ലിയത്? നിനക്ക് ഒട്ടും കുശുമ്പില്ലോടി കാന്താരി എന്ന് പറഞ്ഞ് ആരവ് കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് ജാൻവിയുടെ മടിയിലിരുത്തിയിട്ട് അവളുടെ കവളിൽ ചുണ്ടു ചേർത്തു. ഇതൊന്നും അറിയാതെ കളിച്ചുകൊണ്ടിരുന്ന കണ്ണനെ ആരവ് തന്റെ മടിയിലിരുത്തി അവനും ഉമ്മ കൊടുത്തു. ഇപ്പൊ എല്ലാവർക്കും എല്ലാം ഒക്കെ ആയില്ലേ, ഇനി എനിക്കെല്ലാരും കൂടെ തായോ എന്ന് ആരവ് പറഞ്ഞപ്പോൾ മക്കളെ രണ്ടുപേരും ഇരുകവളിലുമായി ഒന്നിച്ചു കൊടുത്തു. അതിനുശേഷം ഒരനക്കവുമില്ലാതെ ഇരിക്കുന്ന ജാൻവിയെ നോക്കി ആരവ് കൂർപ്പിച്ചു നോക്കി. അവൻ എന്തിനാ നോക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുന്നവളെ കണ്ട് ആരവ് പരിഭവത്തോടെ തൻ്റെ ജാൻവി പെണ്ണോട് ചോദിച്ചു. നിന്നോട് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ? മര്യാദയ്ക്ക് തന്നോ? ഇല്ലെങ്കിൽ ഞാനങ്ങ് എടുക്കും. എന്നെ കടുങ്കൈയൊന്നും ചെയ്യിക്കല്ല കണ്ണേ എന്ന് ഒറ്റക്കണ്ണിറക്കി കുസൃതി ചിരിയോടെ പറയുന്ന ആരവിനെ കണ്ട് ജാൻവി പെട്ടെന്ന് തന്നെ അവന്റെ വലത്തേ കവളിൽ ഒരു ഉമ്മ വെച്ചു. അത് കഴിഞ്ഞ് അവൻ ജാൻവിക്ക് അപ്പുറത്തെ കവളും കാണിച്ചു കൊടുത്തു. അവിടെയും അവൾ തൻ്റെ സ്നേഹചുംബനം തൻ്റെ പ്രിയന് പകർന്നു കൊടുത്തു. ആ, രണ്ടാളും മക്കളെയും കൊണ്ട് എങ്ങോട്ടാ രാവിലെ തന്നെ? നിനക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടടാ? അതുപോലെ പെങ്ങളോട്ട് ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? ഒരുങ്ങിയിറങ്ങി മക്കളെയും എടുത്തുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി താഴെ വരുന്ന ആരവിനെയും ജാൻവിയെയും നോക്കി സിദ്ധു ചോദിച്ചു.
അത് എന്ന് പറഞ്ഞ് ജാൻവി തുടങ്ങുന്നതിന് മുൻപേ ആരവ് ചാടിക്കേറി പറഞ്ഞു, അത് ഞങ്ങൾ അജീഷിനെ അനുവിനെയും കാണാൻ പോവാടാ. എന്താടാ, എന്തെങ്കിലും വിശേഷമുണ്ടോ? രാവിലെ തന്നെ അങ്ങോട്ട് പോവാൻ? ഏയ് ഇല്ലട സിദ്ധു, അനു ഇന്നലെ രാത്രി ജാൻവി വിളിച്ച് കണ്ണനെ കാണാൻ കൊതിയാകുന്നു, അതുപോലെ അപ്പൂസിനെ അധികം അവർ കണ്ടിട്ടില്ലല്ലോ, അവർ കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സെൻഡിയായിരുന്നു. അത് കേട്ട് ഇവിടെ ഒരാൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അതാ രാവിലെ തന്നെ അങ്ങോട്ട് പോകാന്ന് വെച്ചത്. ആ എന്നാൽ നിങ്ങൾ പോയിട്ട് പോ, എനിക്ക് നല്ല തിരക്കുള്ള ദിവസമാണ് ഹോസ്പിറ്റലിൽ. ഒരു 9 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങും. ആടാ എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ആരവും ജാനുവും മക്കളെയും കൊണ്ട് കാറിൽ കയറി യാത്ര തിരിച്ചു. നിങ്ങൾ എവിടെ സിദ്ധു? എത്ര നേരമായിട്ട് ഞാൻ ഫോൺ വിളിക്കുന്നു. നിങ്ങൾ ആ കുന്ത്രാടം വെച്ചിട്ട് എവിടെ പോയി കിടക്കുക? ദേഷ്യത്തോടെ വിജിത ചോദിച്ചു. എന്താ പിന്നെ ഫോൺ എടുത്തപ്പോഴേ ചാട്ടമാണല്ലോ. നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഒരുങ്ങി ഇറങ്ങുമോ? ഇപ്പം ഇറങ്ങും അങ്ങോട്ട്. പിന്നെ ഞാൻ എന്താ പറയാ, ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറ്റില്ലെന്നോ, അതോ എന്നെ പെണ്ണുകാരൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്നോ? അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിജിതയുടെ സ്വരം ഇടറിയിരുന്നു. നീ എന്ത് നേരത്തെ പറയാതിരുന്നത്? അതോ ഞാൻ തന്നെ ഇന്ന് അറിഞ്ഞത്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോഴാണ് എന്നോട് അച്ഛൻ പറഞ്ഞത് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടെന്നും ഒരു കൂട്ടർ എന്നെ കാണാൻ വരുന്നുണ്ടെന്നും. ഞാനിപ്പോൾ എന്താ ചെയ്യ സിദ്ധു? വിഷമത്തോടെയുള്ള വിജിയുടെ ചോദ്യം സിദ്ധുവിനെയും വിഷമത്തിലാഴ്ത്തി. വിഷമിക്കാതെ വിജി, ഒരു പെണ്ണ് കാണലല്ലേ, അവർ കല്യാണമൊന്നും ഉറപ്പിക്കത്തൊന്നുമില്ലല്ലോ. നാളെ തന്നെ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്കാം നമ്മുടെ കാര്യം. സിദ്ധു, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയ മട്ട. അച്ഛൻ എന്നോട് പറഞ്ഞത് ഇന്ന് വരുന്നവർ നേരത്തെ തന്നെ എന്നെ കണ്ടിട്ടുണ്ടെന്നും എല്ലാ കാര്യങ്ങളും 2 വീട്ടുകാരും സംസാരിച്ചെന്നും ഇനി ഒരു ചടങ്ങിന് വേണ്ടി എന്നെ കാണുന്നതേ ഉള്ളൂ എന്നാ. എല്ലാം ഉറപ്പിച്ച മട്ടാണ് സിദ്ധു. എനിക്ക് ആ പേടിയാവുന്നു. മോളെ വിജി, ദേ അവർ വന്നു കേട്ടോ, നീ പെട്ടെന്ന് താഴേക്ക് വാ. വിജിയുടെ അമ്മയുടെ വിളി കേട്ട് വിജി പറഞ്ഞു. ആ അമ്മേ, ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അവൾ ഫോണിൽ സംസാരം തുടർന്നു. സിദ്ധു, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലേ എല്ലാം പാളും. ദേ അവൾ വന്നെന്നും പറഞ്ഞ് അമ്മ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് കയറി വരും എന്നും പറഞ്ഞ് വിജി ഫോൺ കട്ടാക്കി. സിദ്ധു ആകെ എന്ത് ചെയ്യണമെന്നറിയാതെയായിപ്പോയി. 2 ദിവസം മുൻപ് ആരവ് പറഞ്ഞതാണ് എത്രയും പെട്ടെന്ന് തന്റെ കാര്യം വിജിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് കല്യാണം ഉറപ്പിക്കണമെന്ന്. പക്ഷേ അന്ന് താൻ തന്നെയാണ് തന്റെ കുടുംബത്തെക്കുറിച്ച് അറിയുമ്പോൾ, താൻ ആരുമില്ലാത്തവനാണെന്ന് അറിയുമ്പോൾ അവർ വിജിയെ തനിക്ക് തരില്ല, അതുകൊണ്ട് ഇപ്പോഴേ ഒരു പ്രപ്പോസലായിട്ട് അങ്ങോട്ട് പോകേണ്ട. ആദ്യം പേഴ്സണലി അവളുടെ അച്ഛനെ കണ്ട് തന്റെ കാര്യം പറഞ്ഞിട്ട് അവരെയും കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചിട്ട് പ്രപ്പോസലായിട്ട് അവളുടെ വീട്ടിൽ പോയാൽ മതിയെന്ന്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവളുടെ വീട്ടുകാർ തന്നെ അനാഥൻ എന്ന് പറഞ്ഞ് അപമാനിച്ചാലോ എന്നോർത്താണ് ഭയന്നത്. ഇനി എന്തു ചെയ്യും? അന്ന് ആരവനോട് ഈ മറുപടി പറഞ്ഞപ്പോൾ ശരിക്കും അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. ആരുമില്ല പോലും. അപ്പൊ ഞാൻ നിന്റെ ആരാടാ? അതുപോലെ നാഴികയ്ക്ക് 40 വട്ടം എന്റെ പെണ്ണെ നീ പെങ്ങളെന്ന് വിളിക്കുന്നതോ? അപ്പൊ ഞങ്ങളൊക്കെ ആരാടാ നിന്റെ എന്ന ആരവിന്റെ ചോദ്യത്തിന് മുൻപിൽ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നും സിദ്ധു ഓർത്തു. ഇനി എന്തു ചെയ്യും? ആരവനോട് ഈ കാര്യം പറഞ്ഞ അവൻ ചീത്ത വിളിക്കും. അവൻ അന്നേ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ എന്താ വഴി എന്നും ആലോചിച്ച സിദ്ധു തനിക്കിനി ഒരു കാര്യമേ ചെയ്യാനുള്ളൂ എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് കാറിന്റെ കീയും എടുത്ത് സിദ്ധു വെളിയിലേക്ക് ഇറങ്ങി. മോളെ, അവർക്ക് ചായ കൊടുക്ക്. അച്ഛന്റെ ശബ്ദം കേട്ട് വിജിത തന്റെ കയ്യിലെ ചായക്കപ്പടങ്ങിയ ട്രേ മുൻപിലിരിക്കുന്നവർക്ക് നേരെ നീട്ടി. ഇതാണ് പയ്യന്റെ വീട്ടുകാർ. അവർക്ക് പിന്നെ മോളെ നേരത്തെ അറിയാം. മോക്കറിയാമോ എന്ന് നോക്കിക്കേ എന്ന അമ്മയുടെ വാക്കുകൾ കേട്ട് തലയുയർത്തി അവരെ നോക്കിയ വിജിത ഞെട്ടലോടെ നിന്ന് അവളുടെ ചുണ്ടുകൾ ഒരു നാമം മന്ത്രിച്ചു. ജാൻവി. അവളുടെ അടുത്തിരിക്കുന്ന ആളെയും കണ്ട് അതിശയത്തോടെ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഇവർ എന്താ എന്നെ കാണാൻ? സിദ്ധുവിന് വേണ്ടിയാണെങ്കിൽ സിദ്ധു അറിഞ്ഞതേ പറഞ്ഞില്ലല്ലോ. തന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും സിദ്ധു ഞെട്ടിയിരുന്നല്ലോ. ഇങ്ങനെ ആലോചനയിൽ മുഴുകിയിരുന്ന വിജിതയെ അവളുടെ അച്ഛന്റെ ശബ്ദമാണ് ഉണർത്തിയത്. മോളെ, നിനക്ക് ഇവരെയൊക്കെ മനസ്സിലായോ ആവോ? അച്ഛന്റെ ചോദ്യം കേട്ട് വിജിതയാകെ പരിങ്ങി. ഹേയ് അങ്കിൾ, വിജിതയ്ക്ക് ഞങ്ങളെ മനസ്സിലായില്ലെങ്കിലും ദേ ഇവരെ മനസ്സിലാകും അല്ലേ വിജിതേ എന്ന് പറഞ്ഞ് ആരവ് തന്റെ മക്കളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതും കൂടി പറഞ്ഞപ്പോൾ വിജിതയാകെ കുഴഞ്ഞു. ഞാൻ പരിചയപ്പെടുത്താം മോളെ, ഇത് ഡോക്ടർ ആരവ്. നീ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ്. പിന്നെ ഇതയാളുടെ ഭാര്യ ജാൻവിയും മക്കളും. ഇവർ നിന്നെ കാണാൻ വന്നത് ജാൻവിയുടെ ആങ്ങളയ്ക്ക് വേണ്ടി ആലോചിക്കാനാണ്. ആരവിന്റെ അളിയനും കൂട്ടുകാരനുമായ ഡോക്ടർ സിദ്ധാർത്ഥ്. നീ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. ഞങ്ങളെല്ലാം തീരുമാനിച്ചു. നിനക്കെന്തെങ്കിലും അഭിപ്രായമുണ്ടോ പറയാൻ? അച്ഛന്റെ വാക്കുകൾ കേട്ട് ഒരേ സമയം വിജിതയ്ക്ക് തന്റെ ആഗ്രഹം താൻ പോലും അറിയാതെ മനസ്സിലാക്കി അത് നടത്തിത്തരാൻ സമ്മതിച്ച തന്റെ അച്ഛനെക്കുറിച്ച് ഓർത്ത് സന്തോഷവും
ഒപ്പം തന്നെ ഇത്ര കരുതലോടെ നോക്കിയിട്ടും താൻ ഈ കാര്യം അച്ഛനോട് മറച്ചു വെച്ചു എന്നുള്ള ചിന്തയും അവളെ കണ്ണീരിലാഴ്ത്തി. അവൾ ഓടിച്ചെന്ന് അവളുടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒരു കുഞ്ഞിക്കുട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സോറി അച്ഛ. ഏങ്ങലടിച്ചുകൊണ്ടുള്ള തൻ്റെ മകളുടെ കരച്ചിൽ കണ്ട് ആ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. അയ്യേ, എന്താ ഇത്? എൻ്റെ കുട്ടി കരയാ? മോടിഷ്ടത്തിന് അച്ഛൻ ഇന്ന് വരെ എതിര് നിന്നിട്ടുണ്ടോടാ? പിന്നെ സിദ്ധു നല്ലയാളാ. ഞാൻ ഇന്നലെ തന്നെ ആരവിൻ്റെ സംസാരത്തിൽ നിന്നും സിദ്ധാർത്ഥനെ കുറിച്ച് അറിഞ്ഞു. ഇത്രയും നല്ല സ്നേഹബന്ധമുള്ളവരൊക്കെയുള്ള സനാതനായ സിദ്ധുവിനെ വെറും രക്തബന്ധങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള കാരണത്താൽ ഞാൻ എൻ്റെ മോളെ കൊടുക്കാതിരിക്കുമോ എന്ന് ആരവിനെയും ജാൻവിയെയും നോക്കി വിജിതയുടെ അച്ഛൻ അവളോട് ചോദിച്ചു. പിന്നെ നീ ഞങ്ങളോട് പറയാതിരുന്ന ഒരു പരിഭവം, അതാ ഞങ്ങൾ നിനക്കിട്ട് ഇങ്ങനൊരു സർപ്രൈസ് തരാമെന്ന് വെച്ചത്. അല്ലാതെ എൻ്റെ കുട്ടി എന്തിനീ കരയുന്നത് എന്നും ചോദിച്ചുകൊണ്ട് വിജിതയുടെ അമ്മയും വന്നവളെ ചേർത്ത് പിടിച്ചു. ആ കാഴ്ച കണ്ട് ജാൻവിയുടെയും കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ്റെയും അമ്മയുടെയും കരുതലോടെ നിൽക്കുന്ന വിജിതയെ കണ്ട് അവളും തനിക്കന്യമായ ഒരു അച്ഛൻ്റെ സ്നേഹം ആസ്വദിച്ചു. പെട്ടെന്ന് തന്നെ തൻ്റെ തോളിൽ മുറുകെ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കരങ്ങൾക്ക് ജാൻവിയോട് പറയാനുണ്ടായിരുന്നത്, ഞാനില്ലേ നിന്റെ കൂടെ എന്നും, പിന്നെ നീ എന്തിനു വിഷമിക്കുന്നു എന്നായിരുന്നു. ജാൻവി തലയുയർത്തി ആരവിനെ നോക്കിയപ്പോൾ അവൻ അവളുടെ കണ്ണുകൾ തുടച്ചുകൊടുത്ത് അവളെ പരിഭവത്തോടെ നോക്കി. അവൾ അവനെ നോക്കി ഒരു നറുചിരി സമ്മാനിച്ചു. തൻ്റെ നല്ല പാതിയുടെ മനസ്സ് നിറഞ്ഞുള്ള ആ ചിരി മതിയായിരുന്നു ആരവിന്. അവൻ ഒന്നുകൂടി തൻ്റെ പാതിയെയും അംശങ്ങളെയും ചേർത്ത് പിടിച്ചു. മതി കരച്ചിലും പിടിച്ചിലും ഒക്കെ, ഇനി കാര്യത്തിലോട്ട് കിടക്കാം എന്ന വിജിതയുടെ അച്ഛൻ്റെ ശബ്ദമാണ് അന്തരീക്ഷത്തെ ഒന്ന് അയവാക്കിയത്. അത് എത്രയും പെട്ടെന്ന് നല്ല മുഹൂർത്തത്തിൽ തന്നെ നടത്താങ്ങളെ. എന്താ അങ്കിളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. പെണ്ണിനിപ്പോൾ തന്നെ പ്രായം ഒത്തിരിയായി. പിന്നെ അവളോട് കല്യാണക്കാര്യം പറയുമ്പോഴേ വീട് തിരിച്ചു വയ്ക്കും. അതാ ഇത്രയും നീണ്ടുപോയത് തന്നെ. എന്തായാലും ഇത്രയും വൈകിയാണെങ്കിലും ഞങ്ങളുടെ എല്ലാം മനസ്സിന് പിടിച്ച ബന്ധം അവളായിട്ട് തന്നെ കൊണ്ടുവന്നല്ലോ. അതിന് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എല്ലാം തീരുമാനമായ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന വിജിതയുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് അവരെല്ലാവരും സംസാരം നിർത്തിയത്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? വിജിതയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് അവളുടെ അച്ഛൻ ചോദിച്ചു. പിന്നെ ഞാൻ എന്നെ ഒരു കൂട്ടരുത് പെണ്ണ് കാണാൻ വരുന്നത് സിദ്ധുവിനെ കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണോ അവിടുത്തെ അവസ്ഥയെന്നറിയില്ലല്ലോ, അതാ ഞാൻ പറയാൻ വന്നത്. വിജിത കുറച്ച് വ്യാകുലതയോടെ പറഞ്ഞു. അവൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ ഇതറിഞ്ഞാലുടൻ അവൻ ഇവിടെ വന്ന് എല്ലാം തുറന്നു പറഞ്ഞ് വിജിതയെ അവന് കൊടുക്കുമോ എന്ന് ചോദിക്കും എന്ന് ആരവ് പറയുന്നത് കേട്ട് അവിടെ കൂട്ടച്ചിരി മുഴങ്ങി. എന്നാൽ നമുക്ക് നോക്കാം ഡോക്ടർ സിദ്ധാർത്ഥ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വിജിയുടെ അച്ഛൻ പറഞ്ഞ് കഴിയുകയും വിജിതയുടെ വീടിന്റെ മുൻപിൽ ഒരു കാറ് പാഞ്ഞു വന്നിരുന്നു. അതിൽ നിന്നും വെപ്രാളപ്പെട്ട് ഓടി വരുന്ന സിദ്ധുവിനെ കണ്ട് വിജിതയ്ക്ക് സങ്കടമായി. ആകെ തകർന്നതുപോലെയാണ്. കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ട്. സിദ്ധുവിനെ കണ്ടപ്പോഴേ വിജിതയുടെ അച്ഛൻ വാതിൽക്കലേക്ക് പോയി. ആരവ് വെളിയിൽ ഇറങ്ങിയില്ല. തന്നെ ഇപ്പോൾ സിദ്ധു കാണണ്ട എന്ന് തന്നെ ആരവും വിചാരിച്ചു. വീടിന്റെ വാതിൽക്കൽ കയറിയതേ സിദ്ധാർത്ഥ് പരവേശത്തോടെ വിജിതയുടെ അച്ഛനോട് എല്ലാം പറയാൻ തുടങ്ങി. വീടിനകത്ത് കയറിയിട്ട് സംസാരിക്കാമെന്ന് വിജിതയുടെ അച്ഛൻ പറഞ്ഞിട്ടൊന്നും സിദ്ധു കേട്ടില്ല. ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് എന്നെ അകത്ത് കയറ്റി ഇരുത്താൻ തോന്നുന്നുണ്ടെങ്കിൽ കയറ്റിയാൽ മതിയെന്നും പറഞ്ഞ് സിദ്ധാർത്ഥിന് വിജിതയെ ഇഷ്ടമാണെന്നും തൻ്റെ ജീവിതം എന്താണെന്നും തനിക്കാകെയുള്ളത് കൂട്ടുകാരനും എല്ലാമായ ആരവും പിന്നെ അവൻ പെങ്ങളായി കാണുന്ന ആരവിൻ്റെ ഭാര്യ ജാൻവിയും അവരുടെ മക്കളുമേ ഉള്ളുവെന്നും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. അത് കേട്ട് വിജിതയുടെ അച്ഛൻ സിദ്ധാർത്ഥിനെ നോക്കി ഒരു ചിരി നൽകി. എന്നിട്ട് പറഞ്ഞു, താനെന്തായാലും അകത്തേക്ക് കയറി വാ. നമുക്ക് ഈ കാര്യത്തിനെക്കുറിച്ച് ബാക്കി തീരുമാനം അകത്ത് കയറിയിട്ട് സംസാരിക്കാം.